റിയാസെ, ഉസ്ബെക്കിൽ MBBS പ്രശ്നമാണോ? ഉസ്ബെക്കിലെ MBBSൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസത്തോളമായി. നമ്മൾ പേരൻസിനോടൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഈ മാസമാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സാർ അത് കണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഞാനതാണ് ഇപ്പോൾ ജൂലൈ ഇതിൽ പുതിയ അഡ്വൈസറി വന്നല്ലോ NMCയുടെ. അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്ന 4 യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് താഷ്കന്റ് അക്കാഡമിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. താഷ്കന്റ് അക്കാഡമി റീസൺ സാർ വായിച്ചില്ലേ? എന്താണെന്ന് വായിച്ചില്ലേ? റീസൺ വായിച്ചില്ലേ? റീസൺ വായിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കോമ്പാറ്റബിലിറ്റി ഇല്ല, ഇന്ത്യൻ മെഡിക്കൽ NMCയുടെ സിലബസുമായിട്ട് കോമ്പാറ്റബിലിറ്റി ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ക്യാമ്പസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. മൂന്നാമത് ക്ലിനിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ നിലവാരമില്ല, ക്ലിനിക്കൽ സൗകര്യങ്ങളില്ല. പിന്നെ ഫീസ്, അതൊരു പ്രധാന പ്രശ്നമാണ്. ഫീസ് അമിതമായിട്ട് ഈടാക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ഓൾറെഡി മിനിസ്ട്രിയിലേക്കും പോയിട്ടുണ്ട്. അതെ, എക്സ്ട്രാ ഇതൊക്കെ ആയിട്ട് വാങ്ങുന്നു. പിന്നെ കുട്ടികൾക്ക് റീഫണ്ട് കൊടുക്കാത്ത പ്രശ്നം. ഈ ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇവരുടെ കുട്ടികളോട് പറഞ്ഞത്. നിങ്ങൾ ഉസ്ബെക്ക് എടുക്കുന്ന സമയത്തേക്ക് നല്ല യൂണിവേഴ്സിറ്റീസ്, ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഉസ്ബെക്കിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ബുഖാറയും സമർഖണ്ഡൊക്കെ ഇതിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നല്ല ഹിസ്റ്ററി ഉള്ള യൂണിവേഴ്സിറ്റി, ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റി. ഇവിടെ പക്ഷേ പല കുട്ടികളും ഫീസൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ടല്ലോ സാർ. ഇതൊരു ട്രെൻഡാണ് സാർ. ഉസ്ബെക്കിസ്ഥാൻ TMA എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ട്രെൻഡാകിയത്. ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഈ പരസ്യം കണ്ടിട്ട് മാത്രം ചൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈ TMA എന്ന യൂണിവേഴ്സിറ്റി. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ പിന്നെ ഏജന്റുമാരാണ്. അപ്പോൾ അവർ കുറച്ച് കാശ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളെ റെഫർ ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾ തന്നെ. അതെ. മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഈ കുട്ടികൾ, കൂടുതൽ കുട്ടികളുള്ളത് ഈ നമ്മൾ പറയില്ല, ഈ അയൽവാസികൾ, ഫാമിലിയിൽ പെട്ടവർ, അവരൊക്കെ എന്ത് ചെയ്യുക, ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ MBBSന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അത് MBBS ക്വാളിറ്റിയാണ്, മെഡിക്കൽ പഠനത്തിന്റെ ക്വാളിറ്റിയാണ്. അതല്ലാതെ നമ്മുടെ നൈബർ ഉണ്ടോ എന്നുള്ളതോ ഫാമിലി അവിടെ ഉണ്ടോ എന്നുള്ളതല്ല ഇതിന്റെ ഒരു മാനദണ്ഡം. അപ്പോൾ ആ ഒരു മെഷർമെന്റിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് പാരന്റ്സിനും സ്റ്റുഡൻറ്റും. പലരും മറ്റുള്ളവർ പറയുന്ന കേട്ട് അതിൽ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാതെ കയറി പോകുന്നതിന്റെ ഫലമാണ്. അതാണ് ഈ കുഴപ്പം. രണ്ടാമത് അത്രയും മാസ് എന്താ പറയുക അഡ്വർടൈസ്മെന്റ് നടക്കുന്നത് കേരളത്തിനകത്ത്. ഇതൊരു ട്രാപ്പാണത്. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ തന്നെ സംസാരിക്കുന്ന വിഷയമാണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് കൺസൾട്ടൻസി ചേർന്നിട്ട് ഒരുമിച്ച് ആഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇതാണ് അല്ലേ? ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഈ വർഷം ഈ ഒരു റൂൾ വന്നു, TMA പോയി എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് വരുന്ന ട്രെൻഡ് ചിലപ്പോൾ തജിക്കിസ്ഥാനാവും. ഈ തജിക്കിസ്ഥാനിൽ ഒരു പുതിയൊരു യൂണിവേഴ്സിറ്റി, പുതിയൊരു കാര്യം, പുതിയൊരു ട്രെൻഡ്. അങ്ങനെ ആയിരിക്കും ഇനി അടുത്ത വർഷം വരിക. എല്ലാവരും ഒരേ പോലെ പരസ്യം ചെയ്യുമ്പോൾ കുട്ടികളിൽ അതിലേക്ക്. അതെ. അപ്പോഴും നമ്മളെ ഏറ്റവും പഴയ ഒരുപാട് പഴക്കമുള്ള അല്ലെങ്കിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് കുട്ടികൾ കാണാതെ പോകുന്നു. അവിടെയാണ് നമുക്ക് സങ്കടം വരുന്നത്. നല്ല യൂണിവേഴ്സിറ്റീസ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റീസ്, അത് വേൾഡ് റാങ്ക് നോക്കുകയാണെങ്കിലും, ഇനി റാങ്ക് അല്ല, നമുക്ക് പാസിംഗ് റേഷ്യോ FMGയുടെ ഒക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല നല്ല നാഷണൽ യൂണിവേഴ്സിറ്റീസും റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, ഫെഡറൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റീസ് കുട്ടികൾ കാണാതെ പോകുന്നു. വർഷങ്ങളായിട്ട് പഠിച്ചിറങ്ങി ഇവിടെ എലിജിബിലിറ്റി നേടിയ ഡോക്ടർമാർ പഠിച്ച യൂണിവേഴ്സിറ്റികൾ അല്ലേ? അതാണ് പലപ്പോഴും എന്താ പലരും ഇഗ്നോർ ചെയ്യുന്നത്. റഷ്യനും അല്ലെങ്കിൽ ഈവൻ ഉസ്ബെക്കിലായിക്കോട്ടെ, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ഈ ഒരു MBBS ജേണിയിലുള്ളതാണ്. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്യുന്ന ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു കൺട്രീസ് ഉണ്ടെങ്കിൽ അത് റഷ്യ മാത്രമേ ഉള്ളൂ. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അന്നും നമ്മൾ അതേ നമ്പർ ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ കാലം തൊട്ടുള്ള ഒരു ഇന്ന് വരെ ലെഗസി അതാണ്. ഒരേ സ്റ്റേബിളായിട്ട് അഡ്മിഷൻ പോകുന്ന ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കൺട്രി എന്നുണ്ടെങ്കിൽ അത് റഷ്യ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഏജൻസികളാണ്. ഉസ്ബെക്കി അല്ലെങ്കിൽ കസാഖ്, കിർഗിസ്ഥാനൊക്കെ ചെയ്യുന്ന ഏജൻസികളാണ് ഇഷ്യൂസ്, കാര്യങ്ങൾ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. തെറ്റിദ്ധാരണ മാത്രമാണത്. സാറ് ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മളിത് കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ പരമാവധി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ അപ്ഡേറ്റ്സും NMCന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരസ്യം ജോർജിയയുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പരസ്യം നിങ്ങൾ കാണാത്തെ? നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത്? നിങ്ങളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ല. അത് അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവിടെ നിലവാരമുണ്ട്, അവർക്ക് ഓട്ടോമാറ്റിക് സ്റ്റുഡൻസിനെ കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ ഇവിടെ ഒരു 10 കൺസൾട്ടൻസികൾ വിളിച്ചു കഴിഞ്ഞാൽ 10-ൽ 8 പേരും സംസാരിക്കുക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അവർ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കുക? കാരണം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കുറച്ച് ഇതാണ്, ക്വാളിറ്റി ഉണ്ട്, അവിടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ഇവർക്ക് കൂടുതൽ ലാഭം. അതാണ് ഏറ്റവും പ്രശ്നം. ലാഭത്തിനാണ് പോകുന്നത്.
അതാണ് കുഴപ്പം. അതാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ശരിക്കും മാറേണ്ടതുണ്ട്. നമുക്കൊരു ഏതെങ്കിലും ഒരു കൺട്രി യൂണിവേഴ്സിറ്റി കോൺട്രാക്റ്റ് എടുത്തിട്ട് പിന്നെ അഡ്മിഷൻ ചെയ്യുന്നതിന് പകരം ഒരു ശരിക്കും ഒരു മെൻറ്ററാണ്, സ്റ്റുഡൻസിന് ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു കൗൺസിലറാണ് അഭാവമാണ് ഞാനിപ്പോൾ കാണുന്നത്. ശരി, കേരളത്തിനകത്ത് നല്ല നല്ല കൗൺസിലേഴ്സ് അത് കുട്ടികളെ അങ്ങനെ ഈ ഒരു ട്രെൻഡിന് പുറകെ പോവാതെ കൃത്യമായി ഗൈഡൻസ് തരുന്ന ഒരു കൗൺസിലർ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ഗൈഡിനെ കണ്ടെത്തുക. ആ ഗൈഡിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏജൻസിനെ കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കുക എന്നുള്ള ക്ഷമ പലപ്പോഴും കുട്ടികൾ കാണിക്കില്ല. ഒന്നുകിൽ അവർ ചിലപ്പോൾ ഇതുപോലുള്ള പരസ്യങ്ങളിൽ ഇതാവുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ ഫീസ് എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ പോകുന്നു. അങ്ങനെ അതാണ് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ്. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് MBBS അബ്രോഡ് കുറ്റം പറയും ചെയ്യും. അതെ അതെ, മനസ്സിലായില്ലേ? പോയിട്ട് എലിജിബിൾ ആവാതെ തിരിച്ചു വരും, ഇവിടെ വന്നിട്ട് പാസ്സാവാതെ നടക്കും. ഇങ്ങനെ ആകുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ കേരളത്തിനകത്ത് ബെസ്റ്റ് നല്ല കൗൺസിലേഴ്സ് എൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് ഇത് അവർ പറയുന്നത് കളവ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ പാരൻസ് സംസാരിക്കുന്നത്. കുറച്ചുകൂടി ഈ പ്രലോഭനങ്ങൾ അവർക്ക് എല്ലാവർക്കും ഈസി ഗോയിങ് കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ്. അതാണ് സംഭവം, അതാണ് പ്രശ്നം. ഇവർ തന്നെയാണ് ഈ MBBS പോയി അവിടെ പോയി പഠിച്ച് വന്നിട്ട് ഇവിടെ വന്ന് FMG പാസ്സാവാതെ വന്ന് MBBS അബ്രോഡ് മൊത്തം അബദ്ധമാണെന്ന് പ്രചരിപ്പിക്കുന്നതും അവസാനം ഈ കുട്ടികളെ. അതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് എത്രയോ നല്ല യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികൾ ഇവിടെ പാസ്സായി നല്ല നല്ല വിദഗ്ധരായ ഡോക്ടർമാരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഈ ട്രെൻഡിന്റെ പിന്നിലൂടെ പോയി കഴിഞ്ഞാലുള്ള വിഷയം ഇതാണ്. ഈ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാലുള്ള വിഷയം ഇതാണ്. അതാണ് ട്രെൻഡിന്റെ പിന്നാലെ പോവാതെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്ക് പുറകെ പോവുക എന്നുള്ളതാണ് നമുക്കിത് ചെയ്യാനുള്ളത്.